1980 ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ RSSും അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായി. സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു. ദ കോൺഗ്രസ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി ദ ബി ടീം ഓഫ് ദി BJP RSS. दैट इज अ फैक्ट. कितना परसेंट है अभी आजकल डोमिनेंट पार्टीज का? एक स्टेट में आप देखो, केरला dominant party CPM, vote share 32%. Their Muslim vote 26%. CPM vote is 32%. DMK vote share 28%. ठीक है. तेलुगु देशम vote share 32%. सब यही है. Same level. लालू प्रसाद यादव last time vote share 26%. मुलायम सिंह जी और नीचे है 22%. मायावती आगे है. So this means ये है गोल्डन, ये हमारा मौका है. दिस इज अ गोल्डन ഓപ്പർച്യൂണിറ്റി. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം. തമിഴ്നാട് के बारे में बोला था. തമിഴ്നാടെ പറ്റി சொல்லிருக்கு நம்ம நண்பர்கள். என்ன சொல்லிருக்காரு தெரியுமா? எங்கள் தோளில் ஏற்றித்தான் DMK வந்திருக்கு. சரி, ஒரு சாதிக் பாசா பேர் தானே எனக்கு தெரியும். வேறொரு லீடர் யார் இருக்குது தமிழ்நாட்டில்? ஒரே ஒரு யார்? சாதிக் பாசா. DMK வேற லீடர்ஸ் இல்லையே. लीडर इरुक्कणमे. There is no leader of any caliber there. So that means, what I am trying to tell you is that the popular front should try to build up more leaders. For that, these sort of seminars are very much required. Discussion should be there. Fraternity should be built up. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ. വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പതായി. ഞാൻ ഒന്നുകൂടെ പറയും. ഈ സക്കാഫ് മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പത്ത് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ കേരളം. ഗ്യാരണ്ടിയാണിത്.